DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 7 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, HDFC ബാങ്ക് ഉപഭോക്താക്കൾക്ക് ഇനി ATMിൽ നിന്ന് പണമെടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം. കാർഡ് ഉപയോഗിച്ചുള്ള പിൻവലിക്കലുകൾക്കും UPI വഴിയുള്ള പിൻവലിക്കലുകൾക്കും ബാങ്ക് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതലാണ് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഇത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ ബാധിച്ചേക്കാം. ഇതുവരെ ATM കാർഡ് ഉപയോഗിച്ച് പണമെടുക്കുന്നതിനായിരുന്നു മാസത്തിൽ സൗജന്യ പരിധി ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ UPI ഉപയോഗിച്ച് ATMിൽ നിന്ന് പണം പിൻവലിക്കുന്നതും ഈ പരിധിയിൽ ഉൾപ്പെടും. അതായത് കാർഡ് വഴിയോ UPI വഴിയോ നിങ്ങൾ നടത്തുന്ന ഓരോ പിൻവലിക്കലും നിങ്ങളുടെ സൗജന്യ പരിധിയിൽ നിന്ന് കുറയും. സാധാരണയായി ബാങ്കുകൾ മാസത്തിൽ 3 മുതൽ 5 വരെ സൗജന്യ ഇടപാടുകളാണ് നൽകുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ 3 തവണ കാർഡ് ഉപയോഗിച്ചും 2 തവണ UPI വഴിയും പണമെടുത്താൽ ആ മാസത്തെ നിങ്ങളുടെ 5 സൗജന്യ അവസരങ്ങളും അവസാനിച്ചു. ഇതിനുശേഷം നടത്തുന്ന ഓരോ പിൻവലിക്കലിനും ബാങ്ക് വൻതുക ചാർജ് ഈടാക്കും. സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ അധിക ഇടപാടിനും 21 രൂപ പ്ലസ് GST നൽകേണ്ടി വരും. ഏകദേശം 27 രൂപയോളം ഓരോ തവണയും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമാകും. അടുത്ത അറിയിപ്പ്, സ്വർണ്ണവില ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വൻ കുതിപ്പിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസമായി വില കുറഞ്ഞു വരികയായിരുന്നു. കേരളത്തിൽ ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 230 രൂപയാണ് വർദ്ധിച്ചത്. പവന് 1840 രൂപ വർദ്ധിച്ചു. ഇന്ന് 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 15,000 രൂപയാണ് വില. പവന് 1,20,000 രൂപ നൽകണം. അടുത്ത അറിയിപ്പ്, പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് ഇന്ധനവിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2026 മാർച്ച് 7 പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയുമാണ് വർദ്ധിച്ചത്. 2025 ഏപ്രിലിന് ശേഷം ആദ്യമായാണ് ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ ഇത്തരമൊരു മാറ്റം വരുന്നത്. പുതിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ ഒരു ഗാർഹിക സിലിണ്ടറിന്റെ വില 920 രൂപയായി ഉയർന്നു. ഡെലിവറി ചാർജ് കൂടി ചേർക്കുമ്പോൾ സാധാരണക്കാർക്ക് ഒരു സിലിണ്ടറിന് 1000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് പാചകവാതക സിലിണ്ടർ ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ LPG ക്ഷാമം നേരിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ബുക്കിങ്ങിലുണ്ടായ ഉയർച്ചയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നിൽ. LPG റീഫില്ലുകൾക്ക് എണ്ണ വിതരണ കമ്പനികൾ 21 ദിവസത്തെ ലോക്ക് ഇൻ പീരീഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണം വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് 21 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഇനി മുതൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വാണിജ്യ സിലിണ്ടർ ബുക്കിംഗിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടലുകൾ, ക്യാന്റീനുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളെ നിയന്ത്രണം പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, തിരിച്ചടവ് മുടങ്ങി കിട്ടാക്കടമായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ ക്ലോസ് ചെയ്യാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ ശാഖകളിലും സോണുകളിലും FGMകളിലും മാർച്ച് 16 മുതൽ 20 വരെ മെഗാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. ബിസിനസ് നഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് യഥാർത്ഥ കാരണങ്ങളാൽ സമയത്ത് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതിരുന്ന NPA അക്കൗണ്ടുകൾക്ക് സഹായകരമായ രീതിയിലാണ് സംവിധാനം. ചെറുകിട ഇടത്തരം മൂല്യമുള്ള NPA അക്കൗണ്ടുകൾ തീർപ്പാക്കുന്നതിന് ബാങ്കിന് വിവിധ വൺ ടൈം സെറ്റിൽമെന്റ് പദ്ധതികൾ നിലവിലുണ്ട്. ഈ പദ്ധതികളുടെ ഭാഗമായി പ്രത്യേക ഇളവുകളും മികച്ച ഡിസ്കൗണ്ടുകളും ലഭിക്കും. NPA അക്കൗണ്ടുകളുടെ എല്ലാ വായ്പാ ഉടമകളും ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.